ഉദ്ഘാടന ദിവസം തന്നെ അപകടം നടന്നു. ആ അപകടം എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം വേണം വണ്ടി ഓടിക്കാൻ. അപകടം കഴിഞ്ഞിട്ടുള്ള ആ വണ്ടിയുടെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടിട്ട് വാ. നമസ്കാരം എല്ലാവർക്കും. ട്രാവൽ വിത്ത് ജംഗിൾ ക്യാപ്ചറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു റോഡ് സൈഡിലാണ്. ഇത് എവിടെയാണെന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. കൊച്ചി മെട്രോയുടെ വർക്ക് നടക്കുന്നതിന് മുമ്പ്, അതായത് വർക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് എറണാകുളത്തേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ അവരുടെ വർക്ക് നടക്കുന്നിടത്തൂടെ വണ്ടികൾ പോകാനും ഭയങ്കര ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവർക്കും. ആ ഒരു സമയത്ത് ഞാൻ എറണാകുളത്ത് പോകുമ്പോഴത്തേക്കും, ഞാൻ അന്ന് ബസ്സിലാണ് പോയത്. ബസ്സിൽ പോയി ഞാനൊരു ബ്രിഡ്ജ് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലൊരു വലിയ ആഡ് കണ്ടു. ആ ആഡിൻ്റെ അകത്ത് ഒരു ഫുൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ആഡ്. ആ ആഡിൻ്റെ അകത്ത് ഒരു ചെറിയ നെല്ലിക്കയുടെ പടം. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ക്യാപ്ഷൻ കൊടുത്തേക്കുന്നു, കൊച്ചി മെട്രോ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു മെട്രോയുടെ ഒഫീഷ്യൽ ലോഗോയും. അപ്പോൾ അവർക്ക് സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റി. അതായത് കൊച്ചി മെട്രോ വർക്ക് നടക്കുന്ന സമയമാണ്, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. ഒരുപാട് നാളത്തെ കയ്പിന് ശേഷം മധുരിക്കാൻ തുടങ്ങിയ ഒരു സ്വപ്ന പദ്ധതിയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. മറ്റെങ്ങുമല്ല, എൻ്റെ സ്വന്തം നാടായ ആലപ്പുഴയിലെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ അടുത്ത്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിനെ കുറിച്ചിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കാം. ഇറ്റ്സ് മീ സഫീർ ബീസ്. വെൽക്കം ടു മൈ ചാനൽ. ആലപ്പുഴ ബൈപ്പാസിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇതിൻ്റെ ഒരു കാലയളവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 1980 ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് 2021 ജനുവരി 28 40 വർഷത്തിന് ശേഷമാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പോൾ അത്രയും കാലതാമസം എടുത്തതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഉറ്റുനോക്കിയിരുന്നൊരു പ്രൊജക്റ്റായിരുന്നു. ആലപ്പുഴയിലേക്ക് വരുന്ന ഒരാൾക്ക്, അത് ഒരു മലയാളി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആലപ്പുഴയിലൂടെ യാത്ര ചെയ്ത ഏതൊരാൾക്കും, മലയാളികളായിക്കോട്ടെ, നോർത്ത് ഇന്ത്യൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വിദേശി ആയിക്കോട്ടെ, എപ്പോഴെങ്കിലും ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ ഒന്ന് ആലപ്പുഴയിൽ കൂടെ പോകണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഒറ്റുനോക്കിയിരുന്ന ഒരു പ്രൊജക്റ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ് നമുക്ക് ആലപ്പുഴയിലൂടെ യാത്ര ചെയ്യാനുണ്ടായിരുന്നത് നേരത്തെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരിയും അതേപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനും ചേർന്ന് നാടിനെ സമർപ്പിച്ചിരിക്കുകയാണ്. ആലപ്പുഴ ബൈപ്പാസിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത് 6.8 കിലോമീറ്ററാണ്. ഇതിൽ 3.5 അടുത്ത് ആകാശയാത്രയാണ്. അതായത് നമ്മൾ ഫ്ലൈ ഓവറിലൂടെയാണ് പോകുന്നത്. ബാക്കിയുള്ള പോർഷൻ എലിവേറ്റഡ് ഹൈവേ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലൈ ഓവർ പോകുന്നത് ആലപ്പുഴയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസായ ആലപ്പുഴ ബീച്ചിനോട് ചേർന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആലപ്പുഴ ബീച്ചും അതേപോലെ തന്നെ ആലപ്പുഴയിലെ ലൈറ്റ് ഹൗസ്, റെയിൽവേ സ്റ്റേഷൻ, അതേപോലെ തന്നെ ചെറിയ കനാലുകൾ, ഇതെല്ലാം കണ്ട് യാത്ര ചെയ്യാം. പക്ഷേ നിങ്ങൾ ഈ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ആദ്യത്തെ ബൈപ്പാസാണ് ബീച്ചിനോട് ചേർന്ന് പോകുന്ന ബൈപ്പാസും അതുപോലെ തന്നെ ബീച്ചിനോട് ചേർന്ന് പോകുന്ന ഒരു ഫ്ലൈ ഓവറും ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം, അതായത് ഇത്രയും ലെങ്ത് കൂടിയ ബൈപ്പാസ് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആലപ്പുഴ ബൈപ്പാസ് ഹൈലൈറ്റായി നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു 6.8 കിലോമീറ്ററുള്ള ആലപ്പുഴ ബൈപ്പാസിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഞാനൊരു ആലപ്പുഴക്കാരനാണ്. അതേപോലെ തന്നെ ഇത് ചെയ്യാനുള്ള വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ വീഡിയോയിലൂടെ പോകുന്നത്. അപ്പോൾ അവൻ ആരാണെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് യാത്ര ചെയ്യാം.
അങ്ങനെ കളറുകോട് തൊട്ട് കൊമ്മാടി വരെയുള്ള 6.8 കിലോമീറ്റർ ബൈപ്പാസ് യാത്രയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. നമുക്ക് നമ്മുടെ പ്രകൃതി സൗന്ദര്യവും ബീച്ചിൻ്റെ ആ ഒരു ഭംഗിയെല്ലാം ആസ്വദിച്ചുള്ളൊരു യാത്ര തന്നെ ചെയ്യാം. എന്തായാലും ആലപ്പുഴ വരുന്നവർ ഒരിക്കലെങ്കിലും ആലപ്പുഴ ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുകയും വേണം. ആ ഒരു അനുഭവം എക്സ്പീരിയൻസ് ചെയ്യണം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വരുന്ന വഴിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതായത് ഒരുപാട് ആളുകൾ ആ ബീച്ചിൻ്റെ സൈഡിൽ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ വണ്ടി ഒതുക്കുന്നതും അതേപോലെ തന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് ഉത്തരവുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് പെറ്റി കിട്ടും കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങൾ വരുമ്പോൾ തന്നെ കണ്ട് പോലീസുകാർ അങ്ങോട്ട് വരുന്നുണ്ട്, അവരെന്തായാലും പെറ്റി കൊടുക്കും. അതേപോലെ തന്നെ 40 km/h ആണ് ബൈപ്പാസിൻ്റെ സ്പീഡ് ലിമിറ്റ്. അതേപോലെ തന്നെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ബൈപ്പാസിലൂടെ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ഉദ്ഘാടന ദിവസം തന്നെ അപകടം നടന്നു. ആ അപകടം എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം വേണം വണ്ടി ഓടിക്കാൻ. അപകടം കഴിഞ്ഞിട്ടുള്ള ആ വണ്ടിയുടെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടിട്ട് പോകാം. ഞാൻ എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ആലപ്പുഴ ബൈപ്പാസിനെ കുറിച്ചിട്ട് ഇങ്ങനെ യൂട്യൂബിൽ നോക്കുന്നുണ്ട്, എന്തെങ്കിലും വീഡിയോ വരുന്നുണ്ടോയെന്ന്. അങ്ങനെ വരാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ആദ്യത്തെ ദിവസം തന്നെ അപകടം നടന്നതും, 2, ആർക്കും ഇപ്പോഴും ഇവിടുത്തെ ഒരു ട്രാഫിക്കിൻ്റെ സിസ്റ്റം മനസ്സിലായിട്ടില്ല. ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അദ്ദേഹം ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അദ്ദേഹം എൻ്റെ ക്ലാസ്മേറ്റാണ്, എൻ്റെ കൂടെ പഠിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുകേഷ് എന്നാണ്. അപ്പോൾ മുകേഷാണ് അവിടെ ഉള്ളത്. ഇവിടെ ഒരു ഹായ് ഒക്കെ കൊടുക്കണേ. മുകേഷാണ് നമുക്ക് വേണ്ടിയുള്ള ഡ്രോൺ ഷോട്ട് ഫുൾ എടുത്തത്. അപ്പം മുകേഷ് എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അവൻ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന കാര്യം എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അദ്ദേഹം ഒരു 2 വർഷത്തോളം മുകളിലായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ സർവീസ് വേണമെങ്കിൽ അവരുടെ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവർക്ക് ഓൾ കേരള ലെവലിൽ അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്ഥലത്താണോ അവരെ ആവശ്യമുള്ളത് അവരവിടുത്തെ ആളിനെ കണക്ട് ചെയ്ത് തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും അതേപോലെ തന്നെ ട്രാവലിംഗ് കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ചാനലാണിത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സഫീർ അബീസ്, സൈനിങ് ഓഫ്. ട്രാവൽ വിത്ത് ജംഗിൾ ക്യാപ്സ്.